ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അടുത്തയാഴ്ച മെയ് 24 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ തലവൻ. ബിജു മേനോൻ, ആസിഫ് അലി തുടങ്ങിയവർ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ നാളെ രാത്രി 7 മണിയോടെ പുറത്തുവരികയാണ്. ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ കൂടിയാണ്. ഇക്കഴിഞ്ഞ മാർച്ച് മാസം ഷൂട്ടിംഗ് കഴിഞ്ഞ സിനിമയാണല്ലോ ടർബോ. ചിത്രത്തിന് ശേഷം 2 മാസത്തെ വിശ്രമത്തിലേക്ക് പോയ മമ്മൂക്ക അടുത്തതായിട്ട് അഭിനയിക്കുക ജിതിൻ കെ ജോസ് എന്ന കുറിപ്പ് റൈറ്റർ സംവിധാനം ചെയ്യുന്ന സിനിമയിലായിരിക്കുമെന്നും ജോജു, ആന്റണി വർഗീസ് തുടങ്ങിയവർ മമ്മൂട്ടിയോടൊപ്പം സിനിമയിൽ അഭിനയിക്കുന്നുവെന്നും ഈ മെയ് മാസം അവസാനം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന റിപ്പോർട്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രൊജക്ട് തൽക്കാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നുവെന്നാണ് വിവരം. ഇതോടെ അടുത്ത മമ്മൂട്ടിയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്ന സിനിമ ഏത് എന്നൊരു ചോദ്യം ബാക്കി. കാത്തിരിക്കും അടുത്ത മമ്മൂട്ടി സിനിമയുടെ വാർത്തകൾ കേട്ട്. രജനികാന്ത് നായകനായി എത്തുന്ന വൻ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഈ വർഷത്തിലെ തമിഴ് സിനിമയാണല്ലോ വേട്ടയ്യൻ. ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന സിനിമയിലെ രജനികാന്തിന്റെ രംഗങ്ങൾ ഇപ്പോഴത്തെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ചിത്രം ഈ വർഷം ഒക്ടോബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയിലെ ഫസ്റ്റ് സിംഗിൾ ഉൾപ്പെടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. 2021 തിയേറ്ററുകളിലേക്ക് എത്തി വിജയിച്ച മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച സിനിമയാണല്ലോ അജഗജാന്തരം. ഇപ്പോഴത്തെ സിനിമയ്ക്ക് 2ാം ഭാഗം പ്ലാൻ ചെയ്യുന്നുവെന്നാണ് അണിയറയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഈ വർഷം വരാനിരിക്കുന്ന വമ്പൻ പാൻ സിനിമകളിൽ ഒന്നാണ് വിഷ്ണു മഞ്ജു നായകനെത്തുന്ന കണ്ണപ്പ. ചിത്രത്തിൽ അക്ഷയ് കുമാർ, പ്രഭാസ് എന്നിവരോടൊപ്പം നമ്മുടെ ലാലേട്ടൻ കൂടി കാമിയോ റോളിലെത്തുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ടീസർ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ വരുന്ന മെയ് 20 വൈകിട്ട് 6 മണിക്ക് സിനിമയുടെ ടീസർ കാൻസ് ഫെസ്റ്റിവലിൽ വെച്ച് പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ട്. ഈ പാൻ സിനിമ ചരിത്ര സിനിമയുടെ ആദ്യ വീഡിയോ കണ്ടന്റ് കാണുവാനായിട്ട് കാത്തിരിക്കാം. നിവിൻ പോളിയുടെ വരാനിരിക്കുന്ന സിനിമകളിലേക്ക് ഒന്നുകൂടി ഇടം നേടിയെടുക്കുകയാണ്. അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന സിനിമയിൽ നിവിൻ പോളി നായകനെ എത്തുന്നു. ഇക്കാര്യം അഖിൽ തന്നെയാണ് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ടൊവിനോ തൃഷ കോംബോയിൽ വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് മലയാളം സിനിമയാണ് ഐഡന്റിറ്റി. അവസാനഘട്ട ഷൂട്ടിംഗ് ആരംഭിക്കപ്പെട്ട സിനിമയിലെ തൃഷയുടെ രംഗങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. സിനിമയുടെ മുഴുവൻ ചിത്രീകരണം ഉടൻ പൂർത്തിയാക്കും. ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ സിനിമയാണല്ലോ L360. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ, ശോഭന തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഇപ്പോഴത്തെ 20 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ആകെ 80-90 ദിവസത്തെ ചിത്രീകരണമുള്ള സിനിമയുടെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് എല്ലാം തന്നെ ലാലേട്ടന്റെ ജന്മദിനം പ്രമാണിച്ച് ഈ വരുന്ന മെയ് 21 റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാത്തിരിക്കാം L360 എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്.